ഡിയേഴ്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയുന്നതാകുന്നു സപ്ലൈ. ഇവിടെ സപ്ലൈ മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി എ ഫേം ഓർ എ പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഫേം അവരുടെ കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ എന്താ പറയുക അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സിനെ ഗിവൺ പ്രൈസിൽ, അതായത് പ്രൈസ് നിശ്ചയിച്ചു കൊണ്ട് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഒരു നിശ്ചിത സമയത്ത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അളവിനെ ആകുന്നു അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിനെ ആകുന്നു എന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വാട്ട് യു മീൻ ബൈ സപ്ലൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സപ്ലൈ മീൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി a firm or a producer is willing to supply at a given price during a given period of time. അതായത് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ ആ ഒരു അളവിനെ ആകുന്നു എന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത്. എങ്ങനെയാവണം? അവർ ആ ഒരു പ്രൊഡ്യൂസർ വില്ലിങ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്, ഒരു ഗിവൺ ആ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് നിശ്ചയിച്ചു കൊണ്ട് ഒരു നിശ്ചിത ടൈമിൽ അല്ലെങ്കിൽ ഇന്ന ടൈമിൽ കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ ഒരു അളവിനെയാകുന്നു എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹാർവേ, സപ്ലൈ ആസ് ഹൗ മച്ച് ഓഫ് എ ഗുഡ് വിൽ ബി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ ഗിവൺ ടൈം. അതായത് എത്രത്തോളം ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സ് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഗിവൺ ടൈമിൽ ഒരു നിശ്ചിത സമയത്ത് എത്രത്തോളം ഗുഡ്സ് നമുക്ക് വിൽക്കാൻ കഴിയും എന്ന് പറയുന്നതാണ് എന്തിൽ പറയുന്നത്. ആ ഒരു അളവിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഷോർട്ടാക്കി നമുക്ക് സപ്ലൈ എന്താണെന്ന് പറയുകയാണെങ്കിൽ സപ്ലൈ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് പ്രൊഡ്യൂസർ ഓർ സെല്ലർ എഗ്രീസ് ടു സെൽ ഇൻ ദ മാർക്കറ്റ് അറ്റ് എ സെർട്ടൈൻ പ്രൈസ്. അതായത് ഒരു മാർക്കറ്റിൽ ഒരു നിശ്ചിത പ്രൈസിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത സെല്ലേഴ്സ് അവരുടെ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് എത്രത്തോളം അവർക്ക് സെല്ല് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പറയുന്നതാണ് ഇതിൽ പറയുന്നത്. ആ ഒരു അളവിനെയാകുന്നു എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് സെല്ലർ എഗ്രീസ് ടു സെല്ല്. അതായത് ആ ഒരു സെല്ലർ നിശ്ചിത പ്രൈസിൽ ഇത്ര ഗുഡ്സ് വിൽക്കാമെന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സിനെ ആകുന്നു എന്ന് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് സപ്ലൈ എന്ന് നോക്കാം. പ്രധാനമായിട്ടും സപ്ലൈ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോക്ക് എന്നൊന്നല്ല. അതായത് അവരൊരു നിശ്ചിത സമയത്ത് നിശ്ചിത പ്രൈസ് നിശ്ചയിക്കും. ആ സമയത്ത് എത്രത്തോളം ഗുഡ്സ് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ് എന്ത് പറയുന്നത്. ആ ഒരു അളവിനെയാണ് എന്ത് പറയുന്നത് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുകയാണ്. ഫസ്റ്റ് വരുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് തന്നെ എന്ത് ചെയ്യും? ആ സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് ഇറ്റ് സപ്ലൈ വിൽ ഓൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവാണ്. അതായത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് കൂടുകയാണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കൂടും. ഇഫ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് ഇറ്റ് സപ്ലൈ വിൽ ഓൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. തിരിച്ചെന്ത് ചെയ്യാണ്? പ്രൈസ് കുറയുകയാണെങ്കിൽ സപ്ലൈ എന്ത് ചെയ്യും? കുറയും. ഇഫ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫാൾസ് ഇറ്റ് സപ്ലൈ വിൽ ഓൾസോ ഫാൾസ്. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് എന്താണ്? ഈ ഒരു സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സെക്കൻഡ് വരുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഫക്റ്റ് ദ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചിലവുകളും അല്ലെങ്കിൽ എല്ലാ കോസ്റ്റും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദ സപ്ലൈ ഡിക്രീസസ്. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ ഡിക്രീസ് ചെയ്യും. ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രമാത്രം കോസ്റ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവർ ആ ഒരു വിൽക്കുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കുറക്കും. സപ്ലൈ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. വെൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ്, അതിനുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ദ സപ്ലൈ ഇൻക്രീസസ്, സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സാണ് പ്രധാനമായിട്ടും റിലേറ്റഡ് ഗുഡ്സിൽ വരുന്നത്. സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് റിലേറ്റഡ് ഗുഡ്സ് എസ്പെഷ്യലി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും
ഇൻക്രീസോ അല്ലെങ്കിൽ ഡിക്രീസോ അല്ലെങ്കിൽ മാറ്റമൊക്കെ വരുവാണെങ്കിൽ അതെന്തിനെ അഫക്റ്റ് ചെയ്യും? ഈ ഒരു സപ്ലൈനെ അഫക്റ്റ് ചെയ്യും. അതായത് ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ വില ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? അവരുടെ കമ്മോഡിറ്റിയുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യിക്കും. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? അവരുടെ സപ്ലൈ കൂട്ടും. ആ ഒരു ക്വാണ്ടിറ്റി അവർ വിൽക്കാൻ വെക്കുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിക്കും. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഫാൾസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ വില കുറയാണെങ്കിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ ഇതാകുന്നു ഈ ഒരു പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിൽ വരുന്നത്. നിങ്ങൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഒരു സപ്ലൈ ഓഫ് കമ്മോഡിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അത് എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ടെക്നോളജി സിംപ്ലി റെഫേഴ്സ് ടു ദ വേ എ കമ്മോഡിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എന്ത് പറയുന്നത്? ടെക്നോളജി സിംപ്ലി നമുക്ക് പറയുന്നത്. ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് ഇൻക്രീസസ് ദ സപ്ലൈ. നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. അതായത് ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി, എന്തെങ്കിലും പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, മോഡേൺ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ എന്ത് റെഡ്യൂസ് ചെയ്യും? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കും. അതെന്ത് ചെയ്യും? അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വിൽക്കാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു അളവ് എന്ത് ചെയ്യും? ഇൻക്രീസ് ദ സപ്ലൈ അവിടെ ഇൻക്രീസ് ചെയ്യും. On the other hand, if the technology becomes obsolete, the cost of production will increase. ഇപ്പോൾ ടെക്നോളജി എന്താണ്? ഒബ്സൊലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് അല്ലാത്ത ടെക്നോളജി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതെന്തിന് കാരണമാകും? ഇറ്റ് ഡിക്രീസസ് ദി സപ്ലൈ എന്ത് ചെയ്യും? അവിടെ കുറയും. അതുപോലെ നെക്സ്റ്റ് ഒരു ഫാക്ടർ പറയുന്നത് ഗവൺമെൻറ് പോളിസി ഓൾസോ അഫക്റ്റ് ദി സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഗവൺമെൻറ് പോളിസി എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ആ ഒരു സപ്ലൈ, ഒരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈനെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അതൊന്നെങ്കിൽ എന്ത് ചെയ്യാം? ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ഡിക്രീസ് ആവാം. അപ്പോൾ ആ ഗവൺമെൻറ് പോളിസിയിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ഹെവി ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വരും? അവിടെ സപ്ലൈ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത്രമാത്രം ടാക്സ് ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഗവൺമെൻറ് പോളിസിയിൽ പറയുന്നത്. അതുപോലെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇതിൽ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കേസിൽ ഇഫ് ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ വെൽ ഡെവലപ്ഡ് ഇൻ എ കൺട്രി, സപ്ലൈ ഓഫ് കമ്മോഡിറ്റീസ് ക്യാൻ ബി ഈസിലി കൺട്രോൾഡ്. നല്ലൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻസൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ആ ഒരു സപ്ലൈ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ കൺട്രോൾ ചെയ്യപ്പെടാൻ സാധിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. അതുപോലെ പ്രൈസ് എക്സ്പെക്റ്റേഷൻ. ദ പ്രൊഡ്യൂസേഴ്സ് ഓർ സെല്ലേഴ്സ് എക്സ്പെക്റ്റേഷൻസ് എബൌട്ട് ദ ഫ്യൂച്ചർ പ്രൈസസ് ഓഫ് ഗുഡ്സ് മേ അഫക്റ്റ് ദെയർ സപ്ലൈ. അതായത് പ്രൈസ് എക്സ്പെക്റ്റേഷൻ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലേഴ്സ് അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, പ്രതീക്ഷകൾ എബൌട്ട് ദ ഫ്യൂച്ചർ പ്രൈസസ്, ഭാവിയിലുള്ള പ്രൈസിനെ കുറിച്ചിട്ട്. അതെന്ത് ചെയ്യാം? ഈ ഒരു സപ്ലൈനെ അഫക്റ്റ് ചെയ്യാം. അതാണ് പറയുന്നത്. അതുപോലെ അവർ ഭാവിയിൽ പ്രൈസ് കൂടുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്ത് വരും? സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യാം? സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവരെന്ത് പ്രതീക്ഷിക്കുകയാണ് ഫ്യൂച്ചറിൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഹയർ ചെയ്യും അല്ലെങ്കിൽ കൂടുമെന്ന് കരുതുകയാണെങ്കിൽ അവർ ഇപ്പോൾ എന്ത് ചെയ്യില്ല? ആ ഒരു സെയിൽ നടത്തില്ല. അവരെന്ത് ചെയ്യില്ല? റെഡിയാവില്ല. ആ ഒരു ക്വാണ്ടിറ്റി കൊണ്ടുവരില്ല. അവരെന്ത് ചെയ്യും? ആ പ്രൈസ് കൂടട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സമയത്ത് സപ്ലൈ എന്ത് ചെയ്യും? അവിടെ ഡിക്രീസ് ചെയ്യുമെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സിമിലർലി if they expect that the price of a commodity will fall in ഫ്യൂച്ചറിൽ പ്രൈസ് കുറയും എന്ന് അവർ കരുതുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവരിപ്പോഴും എന്ത് ചെയ്യില്ല? ഇപ്പോൾ എന്ത് ചെയ്യും? അവർ ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും. ദേ വുഡ് ടെൻഡ് ടു ഇൻക്രീസ് ദെയർ സപ്ലൈ. അവരെന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ആ ഒരു ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഓഫർ ചെയ്യും. അതാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സപ്ലൈ അവിടെ ഇൻക്രീസ് ചെയ്യും. ആ ഒരു പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ പഠിക്കേണ്ട കാര്യം, പ്രൈസ് കൂടുകയാണെങ്കിൽ സപ്ലൈ കൂടും. ആ ഒരു ടേം ഓർത്ത് വെക്കുക. പ്രൈസ് കുറയുകയാണെങ്കിൽ എന്ത് വരും? സപ്ലൈയും കുറയും. അതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇവിടെ ഫ്യൂച്ചറിൻ്റെ കേസിലാണ് പറയുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ അവർ പ്രൈസ് കൂടുമെന്ന് കരുതുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവരിപ്പോൾ എന്ത് ചെയ്യില്ല? അത് വിൽക്കില്ല. അവർ ഫ്യൂച്ചറിലോട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു സമയത്ത് സപ്ലൈ കുറയും. അതെന്ത് ചെയ്യും? നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ഇനി അവർ ഫ്യൂച്ചറിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമെന്നാണ് കരുതുന്നതെങ്കിൽ അവരിപ്പോൾ തന്നെ എന്ത് ചെയ്യും? അവരുടെ ഗുഡ്സ് ഓഫർ ചെയ്യും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാകുന്നു പ്രൈസ് എക്സ്പെക്റ്റേഷൻ്റെ കേസിൽ പറയുന്നത്.
അതുപോലെ നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെൻറ്റ് എമംഗ് പ്രൊഡ്യൂസേഴ്സ്. ഇപ്പോൾ സംടൈംസ് ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ് എമംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. അതായത് പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഇടയിൽ എന്തുണ്ടാവാം, എഗ്രിമെൻറ്റ്സ് ഉണ്ടാവാം. അതായത് സംടൈംസ് ദർ ഈസ് ആൻ എഗ്രിമെൻറ്റ് എമംഗ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എ കമ്മോഡിറ്റി. അതായത് എത്ര മാത്രം ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുണ്ടാവും, അതുമായി ബന്ധപ്പെട്ടിട്ട് എഗ്രിമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. സച്ച് ആൻ എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് വിത്ത് ദ മോട്ടീവ് ഓഫ് ഏണിംഗ് മാക്സിമം പ്രോഫിറ്റ് ത്രൂ കൺട്രോൾ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. മെയിനായിട്ട് അത്തരം എഗ്രിമെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാകുന്നു, പ്രോഫിറ്റ് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ഇൻ സച്ച് എ കേസ് ദ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി വിൽ ഡിക്രീസ്. ആ ഒരു കേസിൽ എന്ത് ചെയ്യും, സപ്ലൈ കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കേസിലും സപ്ലൈനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് വെക്കണം. എക്സ്പ്ലനേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെ നാച്ചുറൽ ഫാക്ടേഴ്സ്, ഇത് സപ്ലൈ ഓഫ് അഗ്രികൾച്ചറൽ ഗുഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻഡ് എന്നല്ല എക്സ്റ്റെൻഡ് എന്നാണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചുറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് റെയിൻ, ക്ലൈമറ്റ്, ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് എക്സെട്ര. ഇപ്പോൾ അഗ്രികൾച്ചറൽ ഗുഡ്സിൻ്റെ സപ്ലൈ ഒക്കെ ഒരു ലാർജ്ലി എന്ത് ചെയ്യും, അത് നാച്ചുറൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് റെയിന്, അതുപോലെ തന്നെ ക്ലൈമറ്റ്, ഫെർട്ടിലിറ്റി ഓഫ് ലാൻഡ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് എക്സെട്ര ഇത്തരം നാച്ചുറൽ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം അഗ്രികൾച്ചറൽ ഗുഡ്സിൻ്റെ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്തരം നാച്ചുറൽ ഫാക്ടേഴ്സൊക്കെ നല്ല രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അല്ല എങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഫ്ലഡുകൾ, അതുപോലെ തന്നെ എർത്ത് ക്വേക്ക് അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് വരും, അത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെ അഡ്വേഴ്സ്ലി നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. അതെന്ത് ചെയ്യും, സപ്ലൈസിനെ ഡിക്രീസ് ചെയ്യാനും കാരണമാകും. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് ടൈം പീരീഡ്. സപ്ലൈ ഓഫ് പ്രൊഡ്യൂസർ ഈസ് ഓൾസോ റിലേറ്റഡ് ടു ടൈം പീരീഡ് എന്നാണ്. ടൈം പീരീഡുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വാഭാവികമായിട്ടും സപ്ലൈ പറയുന്നത്. അപ്പം ആ ഒരു ഇന്ന ടൈമിൽ ഇത്ര പ്രൊഡക്ട്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സപ്ലൈനെ. ഇന്ന ടൈമിൽ ഇത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നല്ല, അവർ സെല്ല് ചെയ്യും. അതായത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അളവിനെയല്ലേ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്തിനെ അഫക്റ്റ് ചെയ്യും, ഈ ഒരു ടൈം പീരീഡും സപ്ലൈനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും വരുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ. അപ്പോൾ നമ്മൾ സപ്ലൈ എന്താണെന്ന് പറഞ്ഞു, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈയും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇത്തരം പോയിൻ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് സപ്ലൈ എന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു പോയിൻറ്റ്സും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാകുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.